നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇരിക്കൂർ ഒരുങ്ങി. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ മലയോരത്തിന്റെ മനം നിറഞ്ഞ് ഇരിക്കൂർ മണ്ഡലത്തിൽ ശ്രീകണ്ഠാപുരത്ത് LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൻ പ്രകടനം നടന്നു. ശ്രീകണ്ഠാപുരം നഗരം ചുറ്റിയ പ്രകടനത്തിൽ നൂറുകണക്കിന് LDF പ്രവർത്തകർ അണിനിരന്നു. LDF ഇരിക്കൂർ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PV ഗോപിനാഥ്, M കരുണാകരൻ, ശ്രീകണ്ഠാപുരം ഏരിയ സെക്രട്ടറി MC രാഘവൻ, ആലക്കോട് ഏരിയ സെക്രട്ടറി സാജൻ K ജോസഫ്, CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK മധുസൂദനൻ, കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കുട്ട്യാനിമറ്റം, ജില്ലാ പ്രസിഡന്റ് ജോയി കൊന്നക്കൽ, VV സേവി, ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ ജോസഫ്, NCP സംസ്ഥാന സെക്രട്ടറി VV കുഞ്ഞികൃഷ്ണൻ, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ കമ്മിറ്റി അംഗം PP രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രഖ്യാപനങ്ങളും സാഫല്യമാക്കിയതിന്റെ പ്രതിഫലനമായിരുന്നു 2021 തെരഞ്ഞെടുപ്പുകൾ. ആ 5 വർഷക്കാലം ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അതിനെയൊക്കെ ധീരമായി നേരിടുകയും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. 2021 ആവർത്തിച്ചുവെങ്കിൽ 2026 കേരളത്തിന്റെ വികസന നായകൻ, കേരളത്തിന്റെ ഏറ്റവും വലിയ ജനനായകൻ പിണറായിയുടെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 43 വർഷക്കാലം ഈ രാജ്യത്ത് ഈ ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ തേരോട്ടമായിരുന്നുവെങ്കിൽ 2026 ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം നമ്മൾ തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യം അടക്കമുണ്ട് ഇരിക്കൂർ മണ്ഡലം ഉണ്ടാകുമെന്ന് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്.